a block of 10 bytes between two memory locations. First block starts from memory address 8100 and the second block starts from 8200. So ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 8200 മുതൽ 8100 മുതൽ കുറച്ച് ഡേറ്റയുണ്ട്. 10 ബൈറ്റ്സ് ഓഫ് ഡേറ്റയാണുള്ളത്. 8100 ഓൺവേർഡ്സ്, ദെൻ 8200 ഓൺവേർഡ്സ്. ഓക്കെ, സോ ഈ ഡേറ്റ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും എക്സ്ചേഞ്ച് ചെയ്യണം. സപ്പോസ് ഇവിടെ 01 ആണെന്ന് വിചാരിക്കുക, ഇവിടെ 09 ആണെന്ന് വിചാരിക്കുക. റൺ ചെയ്ത് കഴിയുമ്പോൾ 9 ഇപ്പുറത്തേക്ക് മാറണം, 1 ഇങ്ങോട്ടേക്ക് മാറണം. അതാണ് നമ്മളുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതിന് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് MOVX ആൻഡ് XHA, R1 എന്ന് പറയുന്ന 2 ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, MOVX ൻ്റെ യൂസേജ് നമുക്കറിയാം. MOVX A,@DPTR യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ DPTR പോയിന്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് അക്യുമുലേറ്ററിലേക്ക് ഡേറ്റ വരും. അതുപോലെ MOVX@DPTR, A ചെയ്ത് കഴിഞ്ഞാൽ അക്യുമുലേറ്ററിൽ നിന്ന് DPTR പോയിന്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് ഡേറ്റ വരും. XHA, R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈക്രോ കൺട്രോളിൻ്റെ അകത്തുള്ള 2 രജിസ്റ്റേഴ്സാണ് എയും R1. ഓക്കെ, R1 ഓർ എനി രജിസ്റ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇവിടെ 88 ആണെന്ന് വിചാരിക്കുക, എയിൽ 99 ആണെന്ന് വിചാരിക്കുക. XHA, R1 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. സോ ആഫ്റ്റർ എക്സിക്യൂട്ടിങ് XHA, R1, എയിൽ 88 ആകും, R1-ൽ 99 ആകും. സോ ഈ 2 ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ മെയിൻലി ഈ പ്രോഗ്രാമിന് വേണ്ടി യൂസ് ചെയ്യുക. സോ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രോഗ്രാം തുടങ്ങുക എന്നുള്ളതാണ്. സോ ആദ്യം ഫസ്റ്റ് നമ്മൾക്ക് ആദ്യത്തെ ഇനീഷ്യൽ മെമ്മറി അഡ്രസ് 8100 എന്നുള്ള രീതിയിൽ നമ്മൾ move DPTR, #8100. ഓക്കെ, സോ ഇനീഷ്യൽ മെമ്മറി 8100 ലോഡ് ചെയ്തു. സോ സോഴ്സ് അഡ്രസ്സ് നമ്മൾ ലോഡ് ചെയ്തു. ഓക്കെ, സോ സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും തമ്മിലുള്ള ഒരേ ഫാഷനിലാണ് മൂവ് ചെയ്തത്. 8100, 8200 ആവും. സോ നമ്മൾ DPTR-ൽ DPH-ൽ 81-ഉം DPL-ൽ 00 ആയിരിക്കും. സോ DPH-ൽ 81-ഉം DPL-ൽ 00 ആയിരിക്കും. സോ DPH-നെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 82 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലേക്ക് മാറ്റാൻ പറ്റും. സോ 8205, 8105. സോ DPL-ൻ്റെ വാല്യൂ നമ്മൾ ഓരോ പ്രാവശ്യവും ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് സോഴ്സും ഡെസ്റ്റിനേഷനും സെയിം മാച്ചിങ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, സോ നമ്മൾക്ക് ആവശ്യമായ 10 ബൈറ്റ്സ് ഓഫ് ഡേറ്റയാണ് വേണ്ടത്. നമ്മളതിനെ ഒരു കൗണ്ടർ എന്ന രീതിയിൽ മൂവ് രജിസ്റ്റർ R2, #108, 10 ബൈറ്റ്സ് ഓഫ് ഹെക്സാഡെസിമൽ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമ്മൾ എടുക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ DPTR എന്ന് പറയുന്ന മെമ്മറി, അതാണ് നമ്മൾ 8100-ൽ പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ഡേറ്റയുണ്ട്, അതുപോലെ 8200-ലും നമുക്ക് വേറൊരു ഡേറ്റയുണ്ട്. ഈ 2 ഡേറ്റകളെയാണ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സോ ആദ്യം 8100-ൽ നിന്ന് നമ്മൾ ഡേറ്റ റിസീവ് ചെയ്യുന്നു. സോ MOVX ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന A,@DPTR ഇപ്പോൾ പോയിന്റ് ചെയ്യുന്ന 8100-ലാണ്. 8100-ലെ ഡേറ്റ, സോ വാട്ട് എവർ സപ്പോസ് ഇറ്റ് ഈസ് 11 ആണെന്ന് വിചാരിക്കുക, അത് അക്യുമുലേറ്ററിലേക്ക് വന്നു. ഇനി നമുക്കിത് എക്സ്ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന R1 ആണ് യൂസ് ചെയ്യുന്നത്. സോ അക്യുമുലേറ്ററിലേക്ക് വന്ന ആ വാല്യൂവിനെ അപ്പോൾ തന്നെ നമ്മൾ രജിസ്റ്റർ R1-ലേക്ക് മാറ്റി. സോ മൂവ് R1, A. വൈ ആർ യു മൂവിങ് ടു R1? നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ R1-ലേക്ക് A വാല്യൂവിനെ കൊണ്ടുവന്നത്. ഓക്കെ, നൗ നമ്മളുടെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ബ്ലോക്കിന് ഇനിഷ്യൽ അഡ്രസ്സിലേക്ക് നമുക്ക് ഡാറ്റയെ മാറ്റണം. നമ്മൾ പറഞ്ഞതുപോലെ DPH-ൻ്റെ വാല്യൂ 81-ൽ നിന്ന് 82-ലേക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 8100 എന്നുള്ളത് 8200 ആക്കി മാറ്റാൻ പറ്റും. സോ അതിനുപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് INC DPH ആണ്. ബട്ട് കിറ്റിൽ DPH എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ നേരിട്ട് കൊടുക്കാൻ കഴിയില്ല. സോ നമ്മൾ DPH-ൻ്റെ അഡ്രസ്സ് കൊടുക്കും. INC 83H ആണ് DPH-ൻ്റെ അഡ്രസ്സ്. ഓക്കെ, സോ നമ്മൾ ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് സിമുലേഷന് നമുക്ക് INC DPH ഉപയോഗിക്കാം.
കിറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ ഡി പി എച്ചിൻ്റെ അഡ്രസ്സായി 83H വേണം കൊടുക്കാനായിട്ട്. സോ നമ്മളുടെ ഇപ്പോൾ DPTR പോയിന്റ് ചെയ്യുന്നത് 8200 നൗ 8200 പോയിന്റ് ചെയ്യുന്ന മെമ്മറിയിൽ നിന്ന് നമുക്ക് ഡേറ്റ കൊണ്ടുവരണം. സോ മൂവ് എക്സ് എ കോമ അറ്റ് DPTR ചെയ്തു. സോ എയിൽ ഇപ്പോൾ ഉള്ള വാല്യൂ എന്ന് പറയുന്നത് സേ എക്സാമ്പിൾ 99 എന്ന് വിചാരിക്കുക. സോ അക്യുമുലേറ്ററിൽ നമുക്കിപ്പോൾ 99 വന്നു. ഇനി നമുക്ക് ഈ വാല്യൂ അങ്ങോട്ടേക്ക് മാറ്റണം. സോ അക്യുമുലേറ്ററിലേക്കുള്ള വാല്യൂ R1 കൊണ്ടുപോകണം, R1 വാല്യൂ അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവരണം. സോ XCH എ കോമ R1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരസ്പരം വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി A ഈസ് ഈക്വൽ ടു 11 ആയി, R1 ഈസ് ഈക്വൽ ടു 99 ആയി. ഓക്കെ, സോ ഇപ്പോൾ നമ്മളുടെ ഈ വാല്യൂ എയിലുള്ള വാല്യൂ 11 ആണ്. അതിന് നമുക്ക് 8200 കൊണ്ടുവരണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ MOVX at DPTR, A. ഇപ്പോൾ എയിലെ വാല്യൂ നമ്മൾ DPTR പോയിന്റ് ചെയ്യുന്ന പ്രസന്റ് മെമ്മറിയായ 8200 കൊണ്ടുവന്നു. സോ MOVX at DPTR, A ചെയ്തു. നൗ നമുക്ക് ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലേക്ക് മാറണം. ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലേക്ക് മാറാനുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് DEC DPH ആണ്, അല്ലെങ്കിൽ DEC 83H. സോ DPHൻ്റെ വാല്യൂ ഡെസ്റ്റിനേഷൻ അഡ്രസ്സായ 8100 മാറി. ഇപ്പോൾ DPTR 8100 പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. സോ 8100 പോയിന്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വാല്യൂ നമുക്ക് അക്യുമുലേറ്റർ വഴിയാണ് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്താ ചെയ്യുക, മൂവ് എ കോമ R1, R1 വാല്യൂ ആയ 99 നമ്മൾ എയിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, സോ മൂവ് എ കോമ R1 ചെയ്തു. നൗ വീണ്ടും നമുക്ക് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഇപ്പോൾ 8100 ആണ്. സോ MOVX at DPTR, A ചെയ്തു. സോ എയിലിപ്പോൾ നമ്മുടെ വാല്യൂ 11 ആണ്, 11 അല്ല, R1 വാല്യൂ ആയ 99 ആണ്. 99 നമ്മൾ 8100 മാറ്റണം. സോ MOVX at DPTR, A ചെയ്തപ്പോൾ DPTR 8100 ആണ്. അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 99 ആണ്. അത് നമ്മളുടെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സായ അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ അഡ്രസ്സായ 8100 മൂവ് ചെയ്തു. സോ ഇത് മൂവ് ചെയ്തപ്പോൾ 11 ഈസ് റീപ്ലേസ്ഡ് വിത്ത് 99 ആൻഡ് 99 ഈസ് റീപ്ലേസ്ഡ് വിത്ത് 11. സോ നമ്മൾ ആദ്യത്തെ ഡാറ്റ ലൊക്കേഷൻസ് തമ്മിലുള്ള ഡാറ്റയെ നമ്മൾ ഓൾറെഡി എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. നൗ ഈ പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. സോ റിപ്പീറ്റ് ചെയ്യാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മെമ്മറി ലൊക്കേഷനായ INC DPTR ചെയ്യുമ്പോൾ 8101 നമ്മളുടെ നെക്സ്റ്റ് മെമ്മറിയിലേക്ക് പോയിന്റ് ചെയ്തു. നെക്സ്റ്റ് അടുത്ത് ചെയ്യേണ്ട ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ കൗണ്ടർ ലോഡ് ചെയ്തിരിക്കുന്നത് R2 രജിസ്റ്ററിലാണ്. സോ DJNZ R2, റിപ്പീറ്റ്. സോ നമ്മൾ 10 ടൈംസ് അല്ലെങ്കിൽ 16 ടൈംസ് ഈ ഓപ്പറേഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. നൗ റിപ്പീറ്റ് ചെയ്യേണ്ട പ്രോസസ്സ് എങ്ങോട്ടേക്കാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? റിപ്പീറ്റ് ചെയ്യേണ്ട പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് MOVX A, at DPTR ആണ്. സോ ഇതാണ് നമ്മൾ റിപ്പീറ്റ് ബ്ലോക്കിൽ വരിക. ഓക്കെ, സോ 8100 ഇപ്പോൾ DPTR R1 അക്യുമുലേറ്ററിലേക്ക് 8101 ഡേറ്റ വന്നു. അതായത് ഇവിടുത്തെ ഡേറ്റ സപ്പോസ് 22 അക്യുമുലേറ്ററിലേക്ക് വന്നു. അതിനെ നമ്മൾ R1 സേവ് ചെയ്ത് വെച്ചു. ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്തു. അക്യുമുലേറ്ററിലേക്ക് അവിടുത്തെ ഡേറ്റ കൊണ്ടുവന്നു. 88 കൊണ്ടുവന്നു. XH A, R1 എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ R1 88 വന്നു, എയിൽ 22 വന്നു. ദെൻ MOVX DPTR, സോ INC ചെയ്തുകൊണ്ട് 8000 ഇവിടെയാണ് നമ്മളുടെ ഡാറ്റ പോയിന്റർ കിടക്കുന്നത്. സോ അവിടേക്ക് നമ്മൾ അക്യുമുലേറ്റർ വാല്യൂ ആയ 22 ലോഡ് ചെയ്തു. ദെൻ ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലേക്ക് ലോഡ് ചെയ്തു. ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എത്തിക്കഴിയുമ്പോൾ അക്യുമുലേറ്ററിലേക്ക് R1 വാല്യൂ സേവ് ചെയ്ത് വെച്ച വാല്യൂ കൊണ്ടുവന്നു. MOVX A, at DPTR ചെയ്തപ്പോൾ 8101 അക്യുമുലേറ്റർ വാല്യൂ കൊണ്ടുവന്നു. നെക്സ്റ്റ് മെമ്മറിയിലേക്ക് പോയിന്റ് ചെയ്തു, റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, സോ ദെൻ സ്റ്റോപ്പ് ആക്ഷൻ ആണ്. സ്റ്റോപ്പ്, ജമ്പ്, സ്റ്റോപ്പ്. സോ ഇതാണ് നമ്മളുടെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിനെ നമ്മൾ കീൽ മൈക്രോവിഷനിൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കീൽ മൈക്രോവിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സോ സെയിം പ്രോഗ്രാം നമ്മൾ അവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോഡിൻ്റെ ആവശ്യമില്ല.
ബാക്കി എല്ലാ കംപ്ലീറ്റ് കോഡ്സും നമ്മളിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി റൈറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ സെയിം പ്രോഗ്രാം നമ്മൾ കിറ്റിൽ ചെയ്യുന്നതിന് പകരം ഓൺലൈൻ ലാബ് ആയതുകൊണ്ട് നമ്മൾ ഇത് സിമുലേറ്റ് ചെയ്തിട്ട് കിറ്റിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേ ഓപ്പറേഷൻ തന്നെ നമുക്ക് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, സോ കിറ്റിൻ്റെ അഡ്രസ്സ് നമ്മൾ 8100ഉം 8200ഉം പോയി ആദ്യം ഡാറ്റ ലോഡ് ചെയ്യണം. അതിനാവശ്യമായ ഓപ്പറേഷൻസ് എല്ലാം ചെയ്ത് നമുക്ക് ഡാറ്റ വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ കിറ്റിൽ ചെയ്യുന്ന അതേ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, സെയിം കോഡ് നമ്മൾ എഴുതി വെച്ചു. ദെൻ പ്രോഗ്രാം സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു. ഓക്കെ, എററൊന്നും ഇല്ല എന്ന് കാണാം. ദെൻ പ്രോഗ്രാമിനെ നമുക്ക് ബിൽഡ് ചെയ്തപ്പോൾ വാർണിംഗ് ഒന്നുമില്ല. ദെൻ പ്രോഗ്രാം നമ്മൾ ഡീബഗ് ചെയ്യാം. ഓക്കെ, സോ ഡീബഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. സോ പ്രോഗ്രാം ഓൾറെഡി ലോഡഡ് ആണ്. ഈ വിൻഡോയിൽ നമുക്ക് മെമ്മറി കാണാൻ പറ്റും. സോ മെമ്മറി കാണാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് എഡിറ്റിൽ വന്നിട്ട്, എഡിറ്റിലല്ല, വ്യൂവിൽ വന്നിട്ട് മെമ്മറി വിൻഡോസ് ഉണ്ട്. സോ മെമ്മറി വിൻഡോ ബ്ലോക്ക് 1, ബ്ലോക്ക് 2 നമ്മൾ ഓരോ ബ്ലോക്കിൽ കാണാൻ പറ്റും. നമ്മൾ മെമ്മറി ഏതെങ്കിലും ഒരു ബ്ലോക്ക് എടുക്കാം. ഓക്കെ, ഓക്കെ, സോ ഇത് ആദ്യം കാണിച്ചിരിക്കുന്ന ഡി എന്ന് പറയുന്നത് ഇന്റേണൽ റാമിൻ്റെ അഡ്രസ് ആണ്. സോ ഇന്റേണൽ അഡ്രസ് നമുക്കറിയാം 00 മുതൽ FF വരെയാണ് ഇന്റേണൽ റാമിൻ്റെ അഡ്രസ്. പക്ഷെ നമ്മളെ പ്രോഗ്രാമിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ്റ്റേണൽ മെമ്മറിയിലാണ്. എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ സിമുലേഷനിൽ കാണിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കാം. അതായത് എക്സ് ആണ് എക്സ്റ്റേണൽ മെമ്മറി, എക്സ്റ്റേണൽ റാമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ആണ്, എക്സ്റ്റേണൽ റോമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സി ആണ്. സോ എക്സ്റ്റേണൽ മെമ്മറി ഡാറ്റ മെമ്മറി എക്സ് എന്ന് കൊടുത്തു. 0x നമ്മളുടെ മെമ്മറി എത്രയാണ്? ഇനീഷ്യൽ അഡ്രസ്സ് 8100 ആണ്. എൻ്റർ അടിക്കാം. ഓക്കെ, സോ 0x 8100 നമുക്ക് ആവശ്യമായ ഡാറ്റ നമുക്ക് ലോഡ് ചെയ്ത് വെക്കാം. സോ ഫോർ എക്സാമ്പിൾ 1 വെച്ചു, 2, 3, 4, 5. ഓക്കെ, എല്ലാ മെമ്മറിയും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 16 ബൈറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാം 0 ആണെന്ന് വിചാരിക്കാം. സോ നമ്മൾ ആദ്യത്തെ ഒരു 5 ലൊക്കേഷനിൽ നമ്മൾ ഡാറ്റ വെച്ചു. ഇനി സെക്കൻഡ് ബ്ലോക്കിൻ്റെ ഇനീഷ്യൽ അഡ്രസ് എന്ന് പറയുന്നത് 8200 ആണ്. സോ 8200ലേക്ക് വെച്ചു. അവിടെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഡാറ്റ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അവിടെ 9 കൊടുത്തു. ദെൻ ഈ ലൊക്കേഷനിൽ 8 കൊടുത്തു. ഇവിടെ നമ്മൾ 7 കൊടുത്തു, 6, 5, 4. ഓക്കെ, സോ നമ്മൾ കുറേ ബെഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാമിനെ വേണമെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റൺ ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ റൺ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്നു. ജസ്റ്റ് ലൈക്ക് ആസ് വി ആർ എൻറ്ററിങ് ദി ഇനീഷ്യൽ അഡ്രസ് ഓഫ് യുവർ പ്രോഗ്രാം മെമ്മറി ആൻഡ് പ്രസ് എക്സിക്യൂട്ട്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത റിസൾട്ട് കാണാൻ പറ്റും. സോ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ട് ഡാറ്റ എന്ന് പറയുന്നത് 8200-ൽ 98757654 ആണ്, 8100-ൽ 1234 ആണ്. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഈ ലൊക്കേഷൻസിൽ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ആവുന്നുണ്ടോ, എക്സ്ചേഞ്ച് ആവുന്നുണ്ടോ എന്നാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. സോ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ റൺ ദ കോഡ്. ഓക്കെ, സോ റൺ ചെയ്തപ്പോൾ 8100 ഉണ്ടായിരുന്ന ഡാറ്റ 8200ലേക്ക് മാറി. നമ്മൾ 100ലാണ് 01 വെച്ചത്, അത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ 8200ലേക്ക് മാറ്റി. സോ 1 2 3 4 5 ഇവിടെ വന്നു. 8100 നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് 987654 വന്നു. സോ എഫക്റ്റീവ്ലി സംഭവിച്ചത് എന്താണ്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ 8100-ലെ ഡാറ്റ 8200 ഓൺവേർഡ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, 8200 ഡാറ്റ 8100 ഓൺവേർഡ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ ഇതേപോലെ മെമ്മറി ഉപയോഗിക്കേണ്ട എല്ലാ എക്സ്പെരിമെൻറ്റ്സിലും നമുക്ക് ഈ സിമുലേഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇന്നത്തെ എക്സ്പെരിമെൻ്റായ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആസ് എക്സ്പെക്റ്റഡ് കിറ്റിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സിമുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ റൈറ്റ് യുവർ റഫ് റെക്കോർഡ് ആൻഡ് ലാബ് റെക്കോർഡ് ആസ് ഇഫ് യു ആർ ഡൂയിങ് ഇൻ യുവർ
കിറ്റ് ട്രെയിനർ കിറ്റിൽ ചെയ്യുന്നത് പോലെ ഡീറ്റെയിൽസ് എല്ലാം എഴുതാം. 8100 ഇവിടെയുണ്ട്. 8100 നമുക്ക് മെമ്മറി എങ്ങനെയാണ് ഡാറ്റ ലോഡ് ചെയ്ത് അതുപോലെ ഇവിടെ ഡാറ്റ ലോഡ് ചെയ്ത് നിങ്ങൾ കോഡ് എക്സിക്യൂട്ട് ചെയ്യുക, കോഡിനെ റൺ ചെയ്ത് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് ആയ സം ഓഫ് സീരീസ് ഓഫ് അറേ, അതും നമ്മൾ ഇതേപോലെ തന്നെ ഏതാണോ നിങ്ങൾക്ക് 8500 ആണോ അവിടെയാണ് ഡാറ്റ കൊണ്ട് ലോഡ് ചെയ്യുക. DPTRൽ 8500 കൊടുക്കുക, ഡാറ്റ എടുക്കുക, ആഡ് ചെയ്യുക, ദെൻ റിസൾട്ട് 8600 വയ്ക്കുക. ഓക്കെ, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് 8500 ഓൺവേർഡ്സ് എത്ര ബൈറ്റ്സ് ഓഫ് ഡാറ്റ ആണോ സീരീസിലുള്ളത് അത്രയും ബൈറ്റ്സ് ഓഫ് ഡാറ്റ ലോഡ് ചെയ്യുക, ദെൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. റിസൾട്ട് വന്നിട്ട് 8600 8601, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ മെമ്മറി ഉദ്ദേശിക്കുന്നത് അവിടെ കൊടുക്കുക. ആഫ്റ്റർ ദെൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഡിഫറെൻറ്റ് ഡാറ്റ ഇൻപുട്ട് കൊടുത്ത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് വെരിഫൈ ചെയ്ത് പ്രോഗ്രാം റിസൾട്ട് വെരിഫൈ ചെയ്ത് നോക്കുക. സോ ഇതാണ് ഇന്നത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. കോഡ് റൺ ചെയ്യുന്നതിൻ്റെ മെത്തേഡ് നമ്മൾ ആദ്യം ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് കീൽ മൈക്രോവിഷൻ യൂസ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഈ പ്രോഗ്രാമിലേക്ക് വന്ന് മെഷീൻ ലെവൽ ലാംഗ്വേജിൽ ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് റൺ ചെയ്ത് ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് പോലെ ഇൻപുട്ട് കൊടുക്കുക. ഫൈനലി നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുക, എല്ലാ പ്രോഗ്രാംസ്. സോ നമ്മൾ ഇപ്പോൾ 8100 98564 വന്നു. നമ്മൾ ഒന്നുകൊണ്ട് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം സ്വാപ്പ് മെമ്മറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറി. ഓൾറെഡി ഡാറ്റ ഉണ്ടായിരുന്നു, വീണ്ടും സ്വാപ്പായി. എഗെയിൻ യു ക്യാൻ റീസെറ്റ് യുവർ ആപ്ലിക്കേഷൻ. എഗെയിൻ വി വിൽ റൺ 8100 ഡാറ്റ 8209 ആണ്. നമ്മൾ ഒന്നുകൂടെ റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100ലേക്ക് 9. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പെർഫോമിങ് ആസ് വി ആർ എക്സ്പെക്റ്റഡ്. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ എക്സ്പെരിമെൻ്റ് ക്ലാസ് റൂമിൽ ചെയ്തിരിക്കുന്ന, ഇന്നത്തെ മീൻസ് നെക്സ്റ്റ് തേഴ്സ്ഡേയിലെ എക്സ്പെരിമെൻ്റ് ക്ലാസ് റൂമിൽ ചെയ്തിരിക്കുന്ന 2 എക്സ്പെരിമെൻ്റ് ഉണ്ട്. ആ രണ്ടും കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് വീക്കിലേക്ക് അതിൻ്റെ റഫ് റെക്കോർഡും എഴുതി സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ബിഫോർ ദാറ്റ് യു നീഡ് ടു സബ്മിറ്റ് ഓൺലൈൻ.